പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാത്രി സമയത്ത് കാബ സന്ദർശിക്കാൻ പ്രവാചകന് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം കാബയിൽ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ പ്രവാചകൻ അവിടെ തറയിൽ കിടന്നുറങ്ങി. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൈകളിൽ ഉയർത്തി കഅബയുടെ പുറത്തേക്ക് വന്നു. കഅബയുടെ പുറത്ത് മനോഹരമായ ഒരു വെളുത്ത മൃഗം നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു കഴുതയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എന്നാൽ ഒരു കുതിരയേക്കാൾ ചെറുതായിരുന്നു അത്. അതിന്റെ ഇരുവശത്തും മനോഹരമായ ചിറകുകൾ ഉണ്ടായിരുന്നു. ഈ മനോഹരമായ ജീവിയെ ബുറാഖ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രവാചകൻ അതിന്റെ പുറത്ത് കയറിയ ഉടനെ തന്നെ അത് മുന്നോട്ട് കുതിച്ചു. അത് പ്രവാചകനെയും കൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ യാത്ര ജെറുസലേമിലേക്കായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ജെറുസലേമിലെത്തി. അവിടെ ഒരു തകർന്നടിഞ്ഞ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ബുറാക്കിന്റെ പുറത്തു നിന്നിറങ്ങി ആരാധനാലയത്തിന്റെ നേരെ നടന്നു. അതിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം മുൻകാല പ്രവാചകന്മാരെ അടുത്തു കണ്ടു. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമും മറ്റ് പ്രവാചകന്മാർ എന്നിവരെയെല്ലാം അദ്ദേഹം അവിടെ കണ്ടു. അവരുടെ എല്ലാം ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങിയതായിരുന്നു അത്. അവരെല്ലാവരും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി ആശംസിച്ചു. എന്നിട്ട് അവരെല്ലാവരും പ്രവാചകന്റെ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ബുറാക്കിന്റെ പുറത്ത് കയറാൻ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബുറാക്ക് ആ ആരാധനാലയത്തിൽ നിന്നും പ്രവാചകനെയും കൊണ്ട് യാത്ര തുടർന്നു. അത് നേരെ ആകാശത്തിലേക്ക് ഉയർന്നു. അത് വിശിഷ്ടമായ ഒരു യാത്രയായിരുന്നു. പതുക്കെ പതുക്കെ ഈ ലോകത്തിന്റെ രൂപം മറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിന്റെ വ്യത്യസ്ത നിലകളുടെ ഓരോ കവാടവും പ്രവാചകൻ കടന്നുപോയി. ബുറാക്ക് ചിറകുകൾ വിടർത്തിയ ഒരു പക്ഷിയെ പോലെ പ്രവാചകനെയും കൊണ്ട് പറന്നു. സ്വർഗത്തിന്റെ 7 നിലകളിൽ ഓരോന്നോരോന്നായി കടന്നുപോയി. സ്വർഗത്തിൽ വെച്ച് മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഴയ പ്രവാചകരെ കണ്ടു. പ്രവാചകനെ കണ്ടപ്പോൾ അവർ ഓരോരുത്തരും അദ്ദേഹത്തെ ആശീർവദിച്ചു. അങ്ങനെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയപ്പോൾ അദ്ദേഹം മരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മഴവിൽ വർണ്ണങ്ങൾ കണ്ടു. ഇതിനെയാണ് സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്നത്. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അറിയുന്നതല്ല. പ്രവാചകൻ അവിടെ ഇരുന്നു. പതുക്കെ പ്രവാചകൻ അല്ലാഹുവിന്റെ സാമീപ്യവും കഴിവും സിദ്റത്തുൽ മുൻതഹയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു പ്രകാശം പരന്നു. പ്രവാചകൻ അമ്പരന്നു. പിന്നീട് അതിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. പ്രവാചകനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഒരു ദിവസം 50 തവണ നിർബന്ധമായി നമസ്കരിക്കാൻ ആ ശബ്ദം പ്രവാചകനോട് ആജ്ഞാപിച്ചു. പ്രവാചകൻ അത് സമ്മതിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമുമായി തിരിച്ചു പോരുകയും ചെയ്തു. ഓരോ നിലകളിലായുള്ള സ്വർഗം ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ഓരോന്നായി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന മൂസ നബി അലൈഹിസ്സലാമിനെ പ്രവാചകൻ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകൻ അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനോട് തിരിച്ചു പോകുവാനും നിസ്കാരങ്ങളുടെ എണ്ണം കുറച്ചു തരുവാനും ആവശ്യപ്പെടാൻ പറഞ്ഞു. പ്രവാചകൻ അത് അംഗീകരിക്കുകയും തിരിച്ച് സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് നിസ്കാരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അത് സമ്മതിക്കുകയും നിസ്കാരത്തിന്റെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. പ്രവാചകൻ സന്തോഷത്തോടെ തിരിച്ച് യാത്രയാവുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം മൂസ നബി അലൈഹിസ്സലാമിനെ കാണുകയും നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തു. എന്നാൽ മൂസ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു തരുവാൻ ആവശ്യപ്പെടാൻ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അത് സമ്മതിക്കുകയും വീണ്ടും തിരിച്ച് സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോവുകയും ചെയ്തു. പ്രവാചകൻ വീണ്ടും അള്ളാഹുവിനോട് നിസ്കാരത്തിന്റെ എണ്ണം ഇനിയും കുറച്ചു തരാൻ അപേക്ഷിച്ചു. ഇത് പലതവണ ആവർത്തിച്ചു. അള്ളാഹു
അവസാനം അത് ദിവസവും 5 കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ബുറാക്കും പ്രവാചകനും വളരെ സുരക്ഷിതമായി കഅബയിൽ തിരിച്ചെത്തി. ഈ യാത്രയാണ് ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെട്ടത്. മക്കയിലുള്ള ഗോത്രത്തലവന്മാർ പ്രവാചകന്റെ മതപ്രഭാഷണം നിർത്തുന്നതിനു വേണ്ടി പല വഴികളും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളെ അവർ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. തന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പ്രവാചകന് വളരെയധികം വിഷമം തോന്നി. അദ്ദേഹം തന്റെ ജനതയോട് അവിടെ നിന്ന് മറ്റേതെങ്കിലും ഒരു നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് അവരുടെ അയൽ രാജ്യം ഭരിച്ചിരുന്നത് നിഗസ് എന്ന രാജാവായിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം വളരെ ബുദ്ധിമാനുമായിരുന്നു. നിഗസ് രാജാവിന്റെ കീഴിൽ തന്റെ ജനത സുരക്ഷിതമായിരിക്കുമെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. തന്റെ ജനങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ രാജാവിന് ഒരു സന്ദേശം അയച്ചു. തന്റെ ആളുകളിൽ നിന്നും കുറച്ചു കുടുംബത്തോട് അയൽ രാജ്യത്തിലേക്ക് പലായനം ചെയ്യാൻ നബി ആവശ്യപ്പെട്ടു. ആളുകൾ സമ്മതിക്കുകയും കുറച്ചു കുടുംബങ്ങൾ രാത്രിയായപ്പോൾ ശത്രുക്കൾ കാണാതെ അബീസിനിയയിലേക്ക് യാത്ര പുറപ്പെട്ടു. അഭയാർത്ഥികൾ രാജാവിന്റെ അനുവാദത്തിനായി കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അവരെ പിന്തുടർന്ന് വീണ്ടും ആളുകളെത്തി. പിന്നെയും ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 100ഓളം കുടുംബങ്ങൾ അങ്ങോട്ട് കുടിയേറി പാർത്തു. ഈ സമയം പ്രവാചകന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇസ്ലാമിനെ വെറുക്കുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഖുറൈശികൾക്ക് വലിയ ദേഷ്യം വരികയും അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു രാത്രി അവർ പ്രവാചകനെ കൊല്ലുന്നതിനു വേണ്ടി കുറച്ച് ആളുകളെ പ്രവാചകന്റെ വീട്ടിലേക്ക് അയച്ചു. പ്രവാചകന് അവരുടെ പദ്ധതികൾ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. പ്രവാചകൻ വീടിന് പുറത്തിറങ്ങുന്നതും നോക്കി ശത്രുക്കൾ നബിയുടെ വീടിന്റെ പുറത്ത് കാത്തുനിന്നു. പ്രവാചകൻ തന്റെ പലായനത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് പോയി കിടക്കാൻ ആവശ്യപ്പെട്ടു. അതുവഴി അക്രമികളെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിരുന്നു അത്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അങ്ങയുടെ കിടക്കയിൽ അങ്ങേക്ക് പകരം ഞാൻ കിടക്കുമ്പോൾ എന്റെ ജീവിതം സുരക്ഷിതമാണോ? അതെ, പ്രവാചകൻ മറുപടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹം ഒരു പ്രയാസവും കൂടാതെ പ്രവാചകന്റെ കിടക്കയിൽ കിടക്കുകയും പ്രവാചകന്റെ പുതപ്പെടുത്ത് പുതയ്ക്കുകയും ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ചെയ്ത കാരണം പ്രവാചകൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് വളരെ ദൂരേക്ക് രക്ഷപ്പെട്ട വിവരം അക്രമികൾ മനസ്സിലാക്കി. മക്കയിൽ നിന്നും പ്രവാചകൻ മദീനയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ ആളുകളോടൊപ്പം അവിടെ താമസിക്കുകയും ചെയ്തു. 3 വർഷത്തോളം ഇസ്ലാമിനും പ്രവാചകന്റെ കുടുംബത്തിനും വിലക്കേർപ്പെടുത്തിയിരുന്നു. പുറത്തു വലിയ പുരോഗമനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. 3 വർഷത്തിന് ശേഷമാണ് ഇസ്ലാമിന്റെ മേലുള്ള വിലക്ക് പിൻവലിച്ചത്. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും മരണപ്പെട്ടത്. തന്നെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചിരുന്ന തന്റെ സംരക്ഷകനായ അബൂ ത്വാലിബും തനിക്ക് എപ്പോഴും ധൈര്യം പകർന്നു നൽകിയിരുന്ന തന്റെ ജീവിത പങ്കാളിയും തന്നെ വിട്ടു പിരിഞ്ഞതിൽ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിഷമിച്ചു. പ്രവാചകൻ തന്റെ ദൗത്യം വർഷങ്ങളോളം തുടർന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം ദൂരസ്ഥലങ്ങളിൽ പ്രഭാഷണത്തിനായി തന്റെ ശിഷ്യന്മാരെ അയച്ചിരുന്നു.